മതദൈവങ്ങളോട് എതിര് പറഞ്ഞ ആൾക്കാരാണ് ഇടതുപക്ഷം. പക്ഷേ കഴിഞ്ഞ ദിവസം അപ്രധാനമായി ആദരിക്കുകയാണ് സർക്കാർ. അപ്പോൾ ഇന്നൊരു മന്ത്രി പോയി ആശ്ലേഷമൊക്കെ ഏറ്റുവാങ്ങുന്ന സാഹചര്യം ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഞാൻ ആ പടം കണ്ടില്ല, പറഞ്ഞ് കേട്ടു. ഇപ്പോൾ യു ഗോ ആൻഡ് മീറ്റ് ഹിം, യു ഗോ ആൻഡ് മീറ്റ് ഹിം, യു വിൽ റെസ്പോണ്ട് ടു യു, ശരിയാണെന്ന് തോന്നുന്നു. ദ മിനിസ്റ്റർ വിൽ റെസ്പോണ്ട് ടു യു. ബന്ധപ്പെട്ട മന്ത്രിയെ പോയി കാണുക, ചോദിക്കുക, അദ്ദേഹം പറയും. സർക്കാർ അത്തരമൊരു ആദരം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും CPI നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരാൾക്കാരുടെ അഭിപ്രായം ഓരോ കാര്യങ്ങളും LDF-ൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇത്തരം കാര്യങ്ങളൊന്നും. മാത്രമല്ല, അതേപ്പറ്റി ഒന്നും റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല. LDF ആയിട്ട് പോകും. LDF-ന് വിശ്വാസങ്ങളെ ബഹുമാനമാണ്. വിശ്വാസങ്ങളെ, എല്ലാ വിശ്വാസങ്ങളെയും LDF മാനിക്കും. യഥാർത്ഥ വിശ്വാസങ്ങളെയെല്ലാം LDF സംരക്ഷിക്കും. അതിനപ്പുറത്ത് LDF-ന് നിലപാടില്ല. അവിടെ നിന്നൊരു നയവ്യതിയാനം ഉണ്ടാകുന്നു. നേരെ ചെല്ലുന്നു എന്ന് മാത്രമല്ല, ഒരു മന്ത്രി, ഇടതുപക്ഷത്തിന്റെ ഒരു മന്ത്രി ചുംബനം നൽകുകയാണ്. വിശ്വാസങ്ങളെ മാനിച്ചുകൊണ്ട് ആരാണ് വിശ്വാസികൾ അവർക്കൊപ്പം നിൽക്കലാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട്. അതിനകത്ത് വ്യക്തതയുണ്ട്. CPIക്ക് വ്യക്തതയുണ്ട്. വിശ്വാസങ്ങളെ മാനിക്കും, ആ അർത്ഥത്തിൽ മതങ്ങളെ മാനിക്കും. പക്ഷെ ഒരിക്കലും മതഭ്രാന്തിന് മുമ്പിൽ ഇടതുപക്ഷം മുട്ടുകുത്താൻ പാടില്ല, മുട്ടുകുത്തില്ല. മതഭ്രാന്തി വേറെ, മതം വേറെ. മതവിശ്വാസം വേറെ, മതഭ്രാന്ത് വേറെ. തർക്കം എന്തിന്? നിങ്ങൾക്ക് ധാരണയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലുള്ള ഏത് പാർട്ടി യോഗം ചേർന്നാലും തർക്കം വേണമെന്ന്. ഞങ്ങൾക്ക് നിർബന്ധമില്ല. ഞങ്ങളുടെ പാർട്ടി ജനങ്ങളെ ഏറ്റവും വലുതായി കാണുന്ന പാർട്ടിയാണ്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും പോരാടാനും കടപ്പെട്ട പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ തർക്കം വേണ്ട. ഇടതുപക്ഷമാണ് ശരിയെന്ന് ബോധ്യപ്പെട്ടാൽ NSS അത് പറയട്ടെ. ഞങ്ങളതിനെ പോസിറ്റീവായിട്ട് കാണും. NSSൻ്റെ പാരമ്പര്യം, NSSൻ്റെ പശ്ചാത്തലം അതെല്ലാം ഞങ്ങൾക്കറിയാം. ഞങ്ങൾ മന്നത്തിൻ്റെ മഹത്തായ പങ്ക് നോക്കുന്നവരാണ്. മഹത്തായ പങ്ക് വൈക്കം സത്യാഗ്രഹ കാലത്ത് മഹാത്മാഗാന്ധി അടക്കം പങ്കെടുത്ത മഹാസമരമാണത്. സമരം അയിത്തത്തെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു. ജാതികൾ താണവർക്ക് എല്ലാ വഴികളും നടക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടിയ പോരാട്ടമാണത്. അതിൻ്റെ ഭാഗമായിട്ട് വൈക്കത്തിൽ നിന്നൊരു ജാഥയുണ്ടായി, സവർണ ജാഥ, തിരുവനന്തപുരത്തേക്ക്. ആ മഹത്തായ ജാഥ നയിച്ച ആളിൻ്റെ പേര് മന്നത്ത് പത്മനാഭൻ എന്നായിരുന്നു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓർക്കുന്നുണ്ട്. ആ ചരിത്രത്തിൻ്റെ പ്രാധാന്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിയാം. അതുകൊണ്ട് ഞങ്ങൾ അവരെ കാണുന്ന ശത്രുക്കളായിട്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, NSSനോടുള്ള ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. ഈ സവർണ ജാഥയിലൂടെ അവർണൻ്റെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ജാഥ നയിച്ച മന്നത്തിൻ്റെ പാരമ്പര്യത്തെ എത്ര കാലം ഇന്ന് വരെ ഇത്ര മാത്രം ഉയർത്തിപ്പിടിക്കുമോ NSS, അതുവരെയും ആ നിലപാട് ശരിയാണെന്ന് ഞങ്ങൾ പറയും. അതുവരെയും ആ നിലപാട് അവർണ ഭേദമന്യേ സാമൂഹികമായ നീതിക്ക് വേണ്ടി, മനുഷ്യർക്കെല്ലാവർക്കും എല്ലാ വഴികളിലും നടക്കാനുള്ള അവകാശത്തിന് വേണ്ടി എല്ലാ സമരങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഒരു വലിയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് വൈക്കം മുതൽ തിരുവനന്തപുരം വരെ നടന്ന ആ ജാഥ നയിക്കാൻ വേണ്ടി മന്നം കാണിച്ച മുൻകൈയുണ്ട്, നേതൃത്വമുണ്ട്. ആ പങ്കിൻ്റെ പാരമ്പര്യം NSSനുണ്ട്. ആ പാരമ്പര്യത്തെ എന്ന് വരെയും അവർ ഉയർത്തിപ്പിടിക്കുന്നുവോ അന്ന് വരെയും ഞങ്ങളവരെ മിത്രങ്ങളായി കാണും.